കുറച്ച് ദിവസങ്ങളായി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ വരുന്നുണ്ട്. ബിഗ് ബോസിൽ ആരൊക്കെ ഇത്തവണ ഉണ്ടാകുമെന്നതാണ് ഇതിലെ പ്രധാന വിഷയം. പ്രഡിക്ഷൻ ലിസ്റ്റിൽ 100% ഉറപ്പിക്കുന്ന താരങ്ങൾ പോലും വരുന്നുണ്ട്. ഇങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ 100% പോലും ഉറപ്പിക്കുന്ന താരങ്ങൾ അവരുടെ സ്ഥിരം ജോലിയായ സീരിയലുകളിൽ നിന്നോ മറ്റ് അഭിനയ മേഖലകളിൽ നിന്നോ ഇറങ്ങുന്നത് കൂടിയാകുമ്പോൾ, കാരണങ്ങളില്ലാതെ വെളിപ്പെടുത്താതെ ഇറങ്ങുമ്പോൾ അത് പ്രേക്ഷകർ ഇവർ ബിഗ് ബോസിലേക്ക് പോവുകയാണെന്ന് ഉറപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതും കൂടെ പ്രേക്ഷകർ ശ്രദ്ധിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും ഇത്തരത്തിൽ പ്രേക്ഷകർ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രീതിയും ഇതിനനുസരിച്ച് തന്നെ മനസ്സിലാക്കുകയും സംസാരിക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകരുടെ ആഗ്രഹങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സിദ്ധാർത്ഥ് ഇപ്പോൾ ചെറിയൊരു ക്ലാരിഫിക്കേഷനാണ് ഇപ്പോൾ പറയുന്നത്. എൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്ലാരിഫിക്കേഷൻ എന്നത്, ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ എൻ്റെ പേര് കണ്ടു, ഒരുപാട് യൂട്യൂബേഴ്സ് എൻ്റെ പേര് പറയുന്നുണ്ട്. ഉപ്പും മുളകിൽ നിന്നും ഞാൻ ബ്രേക്ക് എടുത്തത് ബിഗ് ബോസിലേക്ക് പോകാനാണെന്ന്. ഞാനൊരു ക്ലിയറൻസ് തരട്ടെ, ഞാൻ പോകുന്നില്ല. ഇത് ക്ലിയർ ആക്കണം നിങ്ങൾ. ഞാൻ ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻ്റേ അല്ല. ഇതിലൊന്നും വിശ്വസിക്കരുത്. അതൊക്കെ ബേസ്ലെസ് ആയിട്ടുള്ള ഒരു റൂമറാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ പോകാൻ പ്ലാൻ ചെയ്യുന്നുമില്ല. ഇതാണ് സിദ്ധാർത്ഥ് പ്രഭു പറഞ്ഞിരിക്കുന്ന പോസ്റ്റ്. സിദ്ധാർത്ഥിനെ ബിഗ് ബോസിൽ കാണണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. തട്ടിയും മുട്ടിയും എന്നൊരു സീരിയലിലൂടെ നമ്മൾ ഏറ്റെടുത്തതാണ് സിദ്ധാർത്ഥിനെ. ഇപ്പോൾ ഉപ്പും മുളകിലെത്തി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോഴും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. വളരെ ചെറുതിലെ തന്നെ ഞങ്ങൾ സിദ്ധാർത്ഥിനെ ഏറ്റെടുത്തത് കൊണ്ട് അദ്ദേഹത്തിനെ ബിഗ് ബോസിലൂടെ കാണാൻ ഒരു ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്നതാണ് സത്യം. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുന്നു എന്നതുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് ഏൽക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന പോലെ തന്നെ പ്രേക്ഷകരുടെ പ്രീതിയും വളരെയധികം തന്നെ മനസ്സിലാക്കിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണിത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയും അതുപോലെ പ്രേക്ഷകരുടെ പ്രീതിയോടെയും വളരെയധികം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയായി ഇത് മാറുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രീതിയും മനസ്സിലാക്കിപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും ഇപ്പോൾ സിദ്ധാർത്ഥിനെ ബിഗ് ബോസിൽ കാണണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് പറയുന്നത്. അതിലൂടെ പ്രേക്ഷകർ അവരുടെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാക്കുകളുടെ അർത്ഥവും ഒക്കെ തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സിദ്ധാർത്ഥിനെ കാണണമെന്നുള്ള ആഗ്രഹം ഞങ്ങളിവിടെ ഉപേക്ഷിക്കുകയാണ് എന്ന് പ്രേക്ഷകർ ഇതിന് പിന്നാലെ തന്നെ സിദ്ധാർത്ഥിന്റെ പോസ്റ്റിന് പിന്നാലെ പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ ഈ വിടവാങ്ങൽ, അല്ലെങ്കിൽ സിദ്ധാർത്ഥ് ഇങ്ങനെ ഉപ്പുമുളകിൽ നിന്ന് പോയത് ബിഗ് ബോസ് കൊണ്ടാണെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ബിഗ് ബോസിലും ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. ബിഗ് ബോസിൽ താരത്തിനെ കാണാൻ സാധിക്കുമെന്നാണ് താരത്തിന്റെ ആരാധകർ കരുതിയത്. എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് സിദ്ധാർത്ഥിനെ. ഇപ്പോഴും അവർക്ക് സ്നേഹിക്കാനാണ് സിദ്ധാർത്ഥിനോട് കൂടുതലും താല്പര്യം. പ്രേക്ഷകർ എപ്പോഴും വളരെയധികം സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്ന വാർത്തകളോടൊപ്പം തന്നെ ഏറ്റെടുക്കുന്നത് കൂടിയായി ഇത് മാറുന്നുണ്ട്. പ്രേക്ഷകർ തന്നെ ഇത് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളോടൊപ്പം ഇത് നിൽക്കുന്നതെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.